കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നവരും വിവാഹിതരായവരും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമുണ്ട്. വിവാഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ വിവാഹമോചന നിയമങ്ങളെക്കുറിച്ച് ഡിവോഴ്സ് ലോ നിങ്ങൾക്കറിയാമോ? പലരും ചിന്തിക്കുന്നത് പോലെ ഇത് അത്ര സിമ്പിളല്ല. എന്നാൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർണായകമാണ്. ഇന്ത്യയിൽ പ്രധാനമായും 2 രീതിയിലാണ് വിവാഹമോചനം നടക്കുന്നത്. ഒന്നാമത്തേത് മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സ്, അഥവാ പരസ്പര സമ്മതത്തോടെയുള്ളത്. പങ്കാളികൾ 2 പേരും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ട് പരസ്പര ധാരണയോടെ കോടതിയെ സമീപിക്കുന്ന രീതിയാണിത്. ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 13B പ്രകാരമാണിത്. ഇതിൽ വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ശേഷം കുറഞ്ഞത് 1 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം എന്നതാണ് പ്രധാന നിബന്ധന. ഏറ്റവും കുറഞ്ഞ ചെലവിലും മാനസിക ബുദ്ധിമുട്ടുകൾ കുറച്ചും ചെയ്യാവുന്ന രീതിയാണിത്. രണ്ടാമത്തേത് കോണ്ടസ്റ്റഡ് ഡിവോഴ്സ് ആണ്. അതായത് ഒരാൾക്ക് വിവാഹമോചനം വേണം, മറ്റേയാൾക്ക് താല്പര്യമില്ല. ഇവിടെ കോടതിയിൽ കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടതായി വരും. നിയമപരമായ ചില പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. ക്രൂരത, അതായത് ശാരീരികമോ മാനസികമോ ആകാം. രണ്ടാമത്തത് അഡൾട്ടറി, വ്യഭിചാരം, പങ്കാളിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരിക്കുക. 3. ഡിസർഷൻ, ഉപേക്ഷിച്ചു പോകൽ, യാതൊരു കാരണവുമില്ലാതെ തുടർച്ചയായി 2 വർഷത്തിലധികം പങ്കാളി ഉപേക്ഷിച്ചു പോവുക. 4. കോൺവേഴ്സൻ, മതം മാറൽ അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ. ഈ രീതിക്ക് സമയവും നിയമ പോരാട്ടങ്ങളും കുറച്ചധികം വേണ്ടിവരും. വിവാഹമോചനത്തിൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. 2 പ്രധാന കാര്യങ്ങൾ കൂടി ഇനിയുണ്ട്. ആലിമനി, ജീവനാംശം, പങ്കാളിക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക സഹായം കോടതി നിശ്ചയിക്കുന്നത്. രണ്ടാമത്തത് ചൈൽഡ് കസ്റ്റഡി, കുട്ടികളുടെ സംരക്ഷണം. കുട്ടികൾ ആരുടെ കൂടെ നിൽക്കണം എന്നത് കോടതി തീരുമാനിക്കുന്നത് കുട്ടിയുടെ ഭാവി മാത്രം നോക്കിയാണ്. അമ്മയ്ക്കോ അച്ഛനോ ഉള്ള അവകാശത്തേക്കാൾ കുട്ടിയുടെ നന്മക്കാണ് കോടതി ഇവിടെ മുൻഗണന നൽകുന്നത്. നിയമങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. ഈ വിവരങ്ങൾ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ സേവ് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യൂ. നിയമപരമായ കൂടുതൽ അറിവുകൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.